ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ സാനിറ്ററി കെമിസ്ട്രിയിലെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ് ആസിഡ് ബേസ് ടൈട്രേഷൻസ്. അപ്പോൾ ആസിഡ് ബേസ് ടൈട്രേഷൻസ് നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് എൻഡ് പോയിന്റ് കണ്ടുപിടിച്ചത്. എന്നാൽ ഇവിടെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസിൽ നമ്മൾ ഒരു കണ്ടക്ടോമെട്രിക് മെഷർമെന്റ് വഴിയാണ് ഇവിടെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ എന്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മള് കണ്ടക്ടൻസ് മെഷർമെന്റിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ. നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻസിലെ ഫിനോഫ്തലീനോ മീഥൈൽ ഓറഞ്ച് ഒക്കെ ഇൻഡിക്കേറ്ററിന്റെ സഹായത്തോടെയാണ് എൻഡ് പോയിന്റ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ സൊല്യൂഷൻസ് കളേർഡ് ആവുന്ന സാഹചര്യത്തിൽ കളേർഡ് സൊല്യൂഷന്റെ എൻഡ് പോയിന്റ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സൊല്യൂഷൻ വളരെ ഡൈല്യൂട്ട് ആണെങ്കിലും എൻഡ് പോയിന്റ് അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ, ഇൻഡിക്കേറ്റർ വെച്ച് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കണ്ടക്ടോമെട്രി അല്ലെങ്കിൽ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടക്ടോമെട്രിക് ടൈട്രേഷനില് നമ്മളെ യൂസ് ചെയ്യുന്നത്, കണ്ടക്ടോമെട്രി മെഷർമെന്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആൽക്കലി ആസിഡ് ആൽക്കലി ടൈട്രേഷന്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ എൻഡ് പോയിന്റ് ഓഫ് ആസിഡ് ആൽക്കലി ടൈട്രേഷൻസ്. ആസിഡ് ആൽക്കലി ടൈട്രേഷൻസ്, ഈ കണ്ടക്ടോമെട്രി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആസിഡ് ആൽക്കലി ടൈട്രേഷന്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ HCl വാസ് NaOH ആണ് നമ്മൾ എടുക്കുന്ന ടൈട്രേഷൻ, ആസിഡ് ബേസ് ടൈട്രേഷൻ എന്ന് വിചാരിക്കാം. ഇവിടെ HCl-ല് H+ഉം Cl- അയോൺസും ഉണ്ട് അക്വ സൊല്യൂഷനില്. NaOH-ല് Na+OH- അയോൺസും ഉണ്ട്. Na+OH- അയോൺസും ഉണ്ട്. അപ്പോ ഈ അയോൺസിന് സ്പീഡ് ഉണ്ട് അല്ലെങ്കിൽ മൊബിലിറ്റി ഉണ്ട്. എന്തുണ്ട്? മൊബിലിറ്റി. ഈ മൊബിലിറ്റിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കണ്ടക്ടൻസീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൊബിലിറ്റി ഓഫ് അയോൺസ്. കണ്ടക്ടൻസ് അയോൺസിന്റെ മൊബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾ എന്താണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷന്റെ? ദ പ്രിൻസിപ്പിൾ ഓഫ് ദ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ process can be stated as follows. During the titration process, one ion is replaced with another, and the difference in ionic conductivities of these ions directly imparts the ഓവറോൾ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ H+ അയോൺസിന്, HCl വേഴ്സസ് NaOH കേസിൽ H+ അയോൺസിന് സ്പീഡ് കൂടുതലാണ് Cl- വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ Na+നെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും H+ അയോൺസിന് സ്പീഡ് കൂടുതലാണ്. ഓക്കെ, Na+ന് സ്പീഡ് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടക്ടൻസ് അയോണിക് മൊബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. It also observed that the ionic conductance values vary between cations and anions. Finally, the conductivity also depends upon the occurrence of a chemical reaction in the electrolytic solution. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഓക്കെ, ഇതിന്റെ ഒരു തിയറിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോവാം.
ഇപ്പൊ നമ്മള് ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന്റെ ടൈട്രേഷൻ ആണ് എടുക്കുന്നത്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന്റെ ടൈട്രേഷൻ ആണ് എടുക്കുന്നത്. അതായത് HCl വേഴ്സസ് NaOH. അപ്പൊ ഈ ടൈട്രേഷൻ നടക്കുമ്പോൾ നമ്മൾ ആസിഡ് HCl അല്ലേ, ഒരു കണ്ടക്ടിവിറ്റി വെസലിലാണ് എടുക്കുക. കണ്ടക്ടിവിറ്റി വെസലിലാണ് എടുക്കുക. കണ്ടക്ടിവിറ്റി വെസലിൽ എടുക്കും. ആൽക്കലീനെ നമ്മൾ ഒരു ബ്യൂററ്റിലാണ് എടുക്കുക. ആൽക്കലീനെ നമ്മളൊരു ബ്യൂററ്റിലാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കണ്ടക്ടിവിറ്റി വെസല്. ഇതിൽ നമ്മൾ ആസിഡിന് എടുത്തിട്ടുണ്ട്, HCl എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ബ്യൂററ്റ് സെറ്റ് ചെയ്യും, ഒരു സ്റ്റാൻഡ് വെച്ചിട്ട്. അതിൽ നമ്മൾ NaOH എടുത്തിട്ടുണ്ട്, HCl. പിന്നെ ഇവിടെ ഒരു സ്റ്റിറർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. സ്റ്റിറർ അതായത് ആ സൊല്യൂഷനെ ഷെയ്ക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്റ്റിറർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടേക്ക് നമ്മൾ ഒരു കണ്ടക്ടോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസിനെ നമ്മൾ ഘടിപ്പിക്കും. കണ്ടക്ടോമീറ്ററിനെ ഘടിപ്പിക്കും. അപ്പോ എന്ത് ചെയ്യും, HCl ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ടാവും ഒരു എമൗണ്ട്. ഇപ്പൊ 20 ml ആച്ച 20 ml നമ്മൾ എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ഈ NaOH ഓരോ ഡ്രോപ്പ് ആഡ് ചെയ്ത ശേഷം നമ്മൾ അതിന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഓരോ ഡ്രോപ്പ് HCl ആഡ് ചെയ്ത ശേഷം NaOH ആഡ് ചെയ്ത ശേഷം നമ്മൾ അതിൽ ഉണ്ടാവുന്ന കണ്ടക്ടൻസ് നോക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഒരു ടേബിളൊക്കെ വരയ്ക്കും. അതെങ്ങനെയാണ്, ഓർമ്മയുണ്ടോ? നമ്മൾ MSc കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് ചെയ്യാനുണ്ടായിരുന്നു. BSc കുട്ടികൾക്ക് എത്ര അറിയണമെന്നില്ല. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ടേബിൾ വരയ്ക്കും. എന്താ വരയ്ക്കുക? വോളിയം ഓഫ് ആൽക്കലി, കണ്ടക്ടൻസ്. അങ്ങനെ ഒരു ടേബിൾ നമ്മൾ വരയ്ക്കും. അതായത് നമ്മൾ ഓരോ ഡ്രോപ്പ് എന്താ ആഡ് ചെയ്യും, ആൽക്കലി ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ എന്ത് മെഷർ ചെയ്യും, കണ്ടക്ടൻസ് മെഷർ ചെയ്യും. എന്നിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു കർവ് പ്ലോട്ട് ചെയ്യും. അതിന്റെ ഒരു കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ആണെങ്കിൽ നമുക്ക് കിട്ടുക ഇങ്ങനെ ഒരു കർവാണ്. എന്നിട്ട് ആ കർവിനെ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് നമ്മൾ എൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഒന്നും കൂടി പറയാം. നമ്മൾ വോളിയം ഓഫ് ആൽക്കലി ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്യും. അപ്പൊ എന്നിട്ട് നമ്മൾ കറസ്പോണ്ടിങ് കണ്ടക്ടൻസ് മെഷർ ചെയ്യും. അതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യും. അതിൽ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും, വോളിയം ഓഫ് ആൽക്കലി കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഗ്രാഫ് നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കും കിട്ടുക. അതിനെ നമ്മൾ ഇന്റർസെക്ട് ചെയ്തിട്ട് ആ ഇന്റർസെക്ഷൻ പോയിന്റ് ആയിരിക്കും നമ്മൾ എൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, വോളിയം ഓഫ് ആൽക്കലി ആയിട്ട് എടുക്കാം. ഓക്കെ, അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഗ്രാഫ്സ് നമുക്ക് എങ്ങനെയൊക്കെ കിട്ടുക, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് അവിടെ ഗ്രാഫ് കിട്ടുക? ഓരോ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആകുമ്പോൾ എന്തായിരിക്കും ഗ്രാഫ്, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഗ്രാഫ്? അതാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള തിയറിയും നമുക്ക് നോക്കാം. ഓക്കെ, the theory behind this type of titration states that the end point corresponding to the titration process can be determined by means of കണ്ടക്ടിവിറ്റി മെഷർമെന്റ്. ഇവിടെ നമ്മൾ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്തിട്ടാണ് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആസിഡ് ബേസ് ടൈട്രേഷൻ ആണെങ്കിൽ അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആവും നടക്കുക. ഫോർ എ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ്, ദ അഡീഷൻ ഓഫ് ബേസ് വുഡ് ലോവർ കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇനിഷ്യലി. അതായത് അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പൊ നമ്മള് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിക്കാൻ തോന്നുന്നു. ഇപ്പൊ നമ്മള് കണ്ടക്ടിവിറ്റി സെല്ല് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NaOH ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NaOH ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ HCl ഉണ്ട്. ഇവിടെ H+ അയോൺസും Cl- അയോൺസും ഉണ്ട്. ഇവിടെ നിന്ന് വരുമ്പോൾ Na+ അയോൺസും OH- അയോൺസും ആയിരിക്കും. അപ്പൊ ഇവിടെ അപ്പൊ നമ്മൾ ആൽക്കലി ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൽക്കലി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് എന്ത് വരും? ആൽക്കലിയിലത്തെ Na+ അയോൺസും OH- അയോൺസും വരും. അപ്പോ ഈ H+ അയോൺസിനെ Na+ അയോൺസ് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. H+ Cl- HCl ഉണ്ട്. പിന്നെ Na+ OH- ഉണ്ട്. ഇതിലത്തെ Hഉം OHഉം ചേർന്നിട്ട് H2O ഫോം ചെയ്യും. Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും, പിന്നെ എന്ത് ഫോം ചെയ്യും? H2O ഫോം ചെയ്യും. ഈ H2O അൺഅയോണൈസ്ഡ് ആണ്. H2O അൺഅയോണൈസ്ഡ് ആണ്. അതായത് ഈ സൊല്യൂഷനിലെ, അതായത് നമ്മുടെ കണ്ടക്ടിവിറ്റി വെസലിലെ H+ അയോൺസിനെ Na+ അയോൺസ് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോ H+ അയോൺസിനാണ് Na+നേക്കാളും സ്പീഡ് കൂടുതൽ, മൊബിലിറ്റി കൂടുതൽ. H+ അയോൺസിന്റെ സ്പീഡാണ് Na+ അയോൺസിനേക്കാളും കൂടുതൽ. അപ്പോ ഇങ്ങനെ H+ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന H+ റിയാക്ട് ചെയ്യുമ്പോഴും H+ന്റെ അളവ് കുറയാണ്. അപ്പൊ H+ന്റെ അളവ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കുറയും. H+ന്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? NaOH ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ H+ കുറയാണ്. H+ കുറയുമ്പോൾ എന്ത് കുറയും? കണ്ടക്ടിവിറ്റി കുറയും. H+ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും. ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് കണ്ടക്ടിവിറ്റി കുറയും. ക്ലിയർ ആണോ പറയുന്നത്? പറയും. അപ്പോ ഈ ഗ്രാഫ് എങ്ങനെ വരാന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി കുറെ H+ ആഡ് ചെയ്തു. കുറെ H+ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് ഇതിലത്തെ HCl കഴിയുമ്പോൾ പിന്നെ അവിടെ എന്തില്ല? H+ ഇല്ല. HCl കഴിയുമ്പോൾ അവിടെ എന്തില്ല? H+ ഇല്ല, Cl- ഇല്ല. പിന്നെ അവിടെ ഏതിന്റെ എണ്ണം കൂടുക? Na+ന്റെ എണ്ണം കൂടും. വീണ്ടും ഇത് കുറഞ്ഞുകൊടുത്തുനിന്ന് ആദ്യം എന്ത് കുറയും? H+ കുറയും. കുറഞ്ഞുകൊടുത്തുനിന്ന് Na+, മൊബിലിറ്റി, വീണ്ടും കണ്ടക്ടൻസ് കൂടും. അതിനുള്ള കാരണം എന്താണ്? Na+ന്റെ എണ്ണം കൂടുന്നതാണ്. അപ്പോ കണ്ടക്ടൻസ് കൂടും. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ഓക്കെ, this is because H+ ions would be replaced by the cationic part of the base. Cationic part of the base എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇപ്പൊ നമ്മളെടുത്ത എക്സാമ്പിൾ Na+ ആണ്. ഓക്കെ, after equivalence point is reached, the concentration of the ionic entities will increase. This is in turn increase the conductance of the solution. Therefore, the two straight lines with opposite slope will be obtained when the conductance values are plotted graphically. The point where the two lines intersect is the equivalence point. ആ രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും equivalence point. Conductometry is a measurement of electrolytic conductivity. The titration in which end point is determined by measuring change of conductance of the solution upon addition of reagent is called conductometric titration. അതായത് നമ്മളൊരു കണ്ടക്ടോമെട്രിക് വെസലില് എടുക്കുന്ന ഒരു അനലൈറ്റിനെ മുകളിൽ നിന്ന് നമ്മൾ റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടക്ടൻസിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് ചെയ്യുന്ന ടൈട്രേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ upon addition of reagent is called conductometric titration. The conductance of a solution depends largely on the number of ions and their mobilities. എത്രത്തോളം നമ്പർ ഓഫ് അയോൺസ് ഉണ്ട്? ഒരു സൊല്യൂഷന്റെ കണ്ടക്ടൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്പർ ഓഫ് അയോൺസിനെയും അതിന്റെ മൊബിലിറ്റീസ്. മൊബിലിറ്റി മീൻസ് നത്തിങ് ബട്ട് സ്പീഡ്. ഇനി ചില എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് കണ്ടക്ടോമെട്രിക് ടൈട്രേഷന്റെ. അപ്പൊ അത് പറയുമ്പോഴാണ് നമുക്കത് കൂടുതൽ ക്ലിയർ ആവുക. അപ്പൊ അത് നമുക്ക് നോക്കാം. ഓക്കെ,
ഇപ്പൊ സ്ട്രോങ് ആസിഡ് അഗെയിൻസ്റ്റ് സ്ട്രോങ് ബേസ് HCl അഗെയിൻസ്റ്റ് NaOH കണ്ടക്ടൻസ് ആണ്. നോക്കാം. കൺസിഡർ ദ ടൈട്രേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് HCl against strong base NaOH. Acid is taken in conductivity vessel and alkali in burette. The conductance of HCl is due to presence of H plus and Cl minus ions. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ആൽക്കലി ആഡ് ചെയ്യാണ് ബ്യൂററ്റിൽ നിന്ന്. അപ്പൊ H plus ions എന്തുവഴി റീപ്ലേസ്ഡ് ആവും? റീപ്ലേസ്ഡ് ബൈ സ്ലോ മൂവിങ് Na പ്ലസിന്റെ മൂവ്മെന്റ് കുറവാണ്. സ്ലോ മൂവിങ് Na plus ions ആസ് ഗിവൺ ബിലോ. H plus plus Cl minus plus Na plus plus OH minus give Na plus plus Cl minus H2O. അപ്പോ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ കഴിഞ്ഞു. അതായത് നമ്മുടെ കണ്ടക്ടിവിറ്റി വെസലിലെ HCl മൊത്തം തീർന്നു വെച്ചാൽ കണ്ടക്ടൻസ് ഡിക്രീസ് ഓൺ ദ അഡീഷൻ ഓഫ് NaOH അണ്ടിൽ ദ കംപ്ലീഷൻ ഓഫ് ന്യൂട്രലൈസേഷൻ. അതായത് തീരുന്നത് വരെ കണ്ടക്ടൻസ് കുറഞ്ഞുകൊണ്ട് വരും. HCl തീരുന്നത് വരെ കണ്ടക്ടൻസ് കുറയാണ് ചെയ്യുക. അതിനുശേഷം ഇനി subsequent addition of alkali after the end point will result in introduction of fast moving OH ions. പിന്നെ എന്ത് ചെയ്യും? ഈ HCl മൊത്തം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ടക്ടിവിറ്റി വെസലിലേക്ക് ആഡ് ചെയ്യുന്നത് NaOH മാത്രമാണ്. അപ്പൊ അതില് OH മൈനസ് ഫാസ്റ്റ് മൂവിങ് ആണ്. ആ OH മൈനസ് ഉള്ളത് കൊണ്ട് വീണ്ടും എന്ത് ചെയ്യും? കണ്ടക്ടൻസ് കൂടാനായിട്ട് തുടങ്ങും. The conductance therefore increase on further addition of alkali. The variation of conductance is plotted against volume of alkali added. We get two straight lines meeting at a point B, which represents the end point of titration. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, ഇവിടെ നോക്കി. ആദ്യം നമ്മുടെ കണ്ടക്ടിവിറ്റി വെസലില് HCl ആണുള്ളത്. അപ്പൊ ഈ NaOH ആഡ് ചെയ്യുമ്പോൾ എന്ത് കുറയും? NaOH ആഡ് ചെയ്യുമ്പോൾ ഈ H പ്ലസിന്റെ അളവ് കുറയും. അപ്പൊ കണ്ടക്ടൻസ് കുറയും. അപ്പൊ അതാണ് ആദ്യം ഈ ലൈന് കുറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ HCl മൊത്തം തീർന്നു. ബാക്കി അവിടെ ഏതേയുള്ളൂ? NaOH ഉള്ളൂ. അതിലത്തെ OH മൈനസ് സ്പീഡ് ഉള്ളതാണ്. അപ്പൊ ഈ OH മൈനസ് വീണ്ടും കണ്ടക്ടിവിറ്റി വെസലിലേക്ക് വരുമ്പോൾ ഈ വീണ്ടും എന്ത് ചെയ്യും? കണ്ടക്ടൻസ് കൂടും. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മൾ എന്തെടുക്കുക? എൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്യാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരാറുള്ളത്. ഗ്രാഫ് ഒന്ന് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഏത് ടൈട്രേഷന്റെ ഗ്രാഫാണ്, ഏത് കണ്ടക്ടോമെട്രിക് ടൈട്രേഷന്റെ ഗ്രാഫാണ് ഇത് എന്ന് സെലക്ട് ചെയ്യാനാവും നമുക്ക് വരിക. ഓക്കെ, ഗ്രാഫിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസിന്റെ ഗ്രാഫ് ഇതാണ്. ഇനി വീക്ക് ആസിഡ് അഗെയിൻസ്റ്റ് സ്ട്രോങ് ബേസ്. വീക്ക് ആസിഡിന്റെ എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ് അഗെയിൻസ്റ്റ് NaOH. വെൻ ആസിഡ് ഈസ് വീക്ക്, കണ്ടക്ടൻസ് ഈസ് ലോ. ആസിഡ് വീക്ക് ആവുമ്പോൾ കണ്ടക്ടൻസ് ലോ ആയിരിക്കും. ഓൺ ദ അഡീഷൻ ഓഫ് സ്ട്രോങ് ബേസ്, പ്യുവർലി കണ്ടക്ടിങ് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു highly ionized salt, hence conductance increases slowly up to the equivalence point. അപ്പൊ ഈ വീക്ക് ആസിഡ് ആവുന്ന സമയത്ത് ആസിഡ് നമ്മൾ കണ്ടക്ടിവിറ്റി വെച്ചെല്ലാം എടുക്കുന്നത്. അപ്പൊ ആസിഡ് വീക്ക് ആയതുകൊണ്ട് കണ്ടക്ടൻസ് സ്ലോ ആയിരിക്കും. പക്ഷേ നമ്മളൊരു സ്ട്രോങ് ബേസ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ഈ വീക്ക് ആയിട്ടുള്ള ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സോൾട്ട് ആയിട്ട്, അയണൈസ്ഡ് സോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് കണ്ടക്ടൻസ് കൂടുതലാണ്. അയണൈസ്ഡ് സോൾട്ടിന് എന്ത് കൂടുതലാണ്? കണ്ടക്ടൻസ് കൂടുതലാണ്. അപ്പൊ ആദ്യം ഇവിടെ എന്ത് ചെയ്യും? കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യും. വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസിന്റെ കേസിൽ ആദ്യം എന്ത് ചെയ്യും? കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യും സ്ലോലി അപ് ടു ദ ഇക്വാലൻസ് പോയിന്റ്. ഇക്വാലൻസ് പോയിന്റ് കഴിഞ്ഞാൽ വീണ്ടും അഡീഷൻ ഓഫ് ആൽക്കലി ഉണ്ടാവില്ലേ? അപ്പോ ആദ്യം സ്ലോ ആയിട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ വീക്ക് ആസിഡ് ആയ കാരണം. പിന്നെ ഒരു ഷാർപ്പ് ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാവുക. ഷാർപ്പ് ഇൻക്രീസ് ആണ്. പിന്നെ അതിൽ എന്തുണ്ട്? CH3CO മൈനസും NAയും വെച്ചിട്ട് സോൾട്ട് ഉണ്ടായി. ഓക്കെ, പിന്നെ അതിൽ OH ഫാസ്റ്റ് മൂവിങ് OH മൈനസേ ബാക്കിയുള്ളൂ. ആ കണ്ടക്ടൻസ് ഈസ് ഡ്യൂ ടു എക്സസ് ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺസ്. ഹൈഡ്രോക്സൈഡ് അയോൺസ് എന്ന് പറഞ്ഞാൽ OH മൈനസ്. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഓക്കെ, ആദ്യം സ്ലോ ഇൻക്രീസ് ആണ്. ആ സ്ലോ ഇൻക്രീസ് ആവാൻ വീക്ക് ആസിഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഓർത്ത് വെച്ചാൽ മതി. വീക്ക് ആസിഡ് ആണെങ്കിൽ കണ്ടക്ടൻസ് സ്ലോ ഇൻക്രീസ് ആയിരിക്കും. കണ്ടക്ടൻസിന് എന്താ ഉണ്ടാവുക? സ്ലോ
ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, പിന്നെ മറ്റേന്റെ നമുക്ക് അറിയാലോ, കഴിഞ്ഞ ഗ്രാഫിൽ നമ്മൾ കണ്ടതല്ലേ സ്ട്രോങ് ബേസിന് എങ്ങനെയായിരിക്കും, ഷാർപ്പ് ഇൻക്രീസ് ആയിരിക്കും. ആ സ്ട്രോങ് ബേസ് ഇപ്പൊ NaOH നമ്മൾ എടുക്കുന്നത് അതിന്റെ OH മൈനസ് അയോൺസ് ഫാസ്റ്റ് മൂവിങ് ആണ്. ആ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പൊ അത് സ്ലോ ഇൻക്രീസ് ആണ്, പിന്നെ ഷാർപ്പ് ഇൻക്രീസ് ആണ്. അപ്പൊ അത് തമ്മിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, നമ്മുടെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫുകൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി നിങ്ങൾ തന്നെ ഇതൊന്ന് മനസ്സിലാക്കി നോക്കൂ, വരച്ചു നോക്കാം നമുക്ക്. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. സ്ട്രോങ് ബേസ് അല്ലേ, സ്ട്രോങ് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ്. അപ്പൊ സ്ട്രോങ് ആസിഡിന്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷാർപ്പ് ഡിക്രീസ് ആണ്. ഇനി വീക്ക് ബേസ് ആണെങ്കിലോ ഒരു സ്ലോ ഇൻക്രീസ് ആയിരിക്കും, സ്ലോ ഇൻക്രീസ് ആയിരിക്കും. അങ്ങനെ വെച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, in the case of strong acid against weak base, conductance initially decrease. Conductance ആദ്യം കൂടും due to the replacement of fast moving H plus ions by slow moving NH4 plus ions. ഓക്കെ, വീക്ക് ആണെങ്കിൽ സ്ലോ മൂവിങ് ആയിരിക്കും, കുറയും. ഇനി ബിയോണ്ട് ദ എൻഡ് പോയിന്റ് കഴിഞ്ഞാൽ ഫർദർ ദ അഡീഷൻ ഓഫ് വീക്ക്ലി അയണൈസ്ഡ് NH4OH will not cause any appreciable change in conductance. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് ആദ്യം നമ്മൾ HCl ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് H പ്ലസിന്റെ എണ്ണം കുറയും അല്ലേ, കാരണം അത് NH4+ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതുകൊണ്ട് H+ എണ്ണം കുറയുന്നത് കൊണ്ട് കണ്ടക്ടൻസ് എന്ത് ചെയ്യും, ആദ്യം കുറയും. പിന്നെ NH4OH മാത്രമേ ഉണ്ടാവുള്ളൂ. എൻഡ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, HCl മൊത്തം തീർന്നു പോയിട്ടുണ്ടാവും, NH4OH മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വീക്ക് ആയതുകൊണ്ട് അത് കൂടുതലായിട്ട് വീക്കായിട്ട് അത് അയണൈസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരു അപ്രീഷ്യബിൾ ചേഞ്ച് കണ്ടക്ടൻസിൽ ഉണ്ടാവില്ല, ഒരു അപ്രീഷ്യബിൾ ചേഞ്ച് കണ്ടക്ടൻസിൽ ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് അത് എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും. ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും, എന്നാലും ഒരു അപ്രീഷ്യബിൾ ചേഞ്ച് ഇല്ല, ഓൾമോസ്റ്റ് അത് ഒരു യൂണിഫോം ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരിക, ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരിക. ഓക്കെ, ആദ്യം കുറയും, പിന്നെ ഏകദേശം യൂണിഫോം. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് നമ്മുടെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഗ്രാഫുകളാണ് ഇവിടെ ഇമ്പോർട്ടന്റ് കേട്ടോ. ഇനി വീക്ക് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ ഇങ്ങനെയാണ്, വീക്ക് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ രണ്ടും വീക്കാണ്. വീക്ക് ആസിഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുല്ലോ, നോക്കി സ്ലോ ഇൻക്രീസ് ആണ് അല്ലെ, സ്ലോ ഇൻക്രീസ് ആണ്. വീക്ക് ബേസ് ആണെങ്കിൽ ഏകദേശം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ രണ്ടും കൂടി കമ്പയർ ചെയ്ത് വരച്ചാൽ മതി. നോക്കൂ, വീക്ക് ആസിഡ് ആവുമ്പോ എന്താണ്, സ്ലോ ഇൻക്രീസ് ആണ്, നമ്മൾ ഫസ്റ്റത്തേൽ പഠിച്ചു. വീക്ക് ബേസ് ആണെങ്കിലോ ഓൾമോസ്റ്റ് യൂണിഫോം ആണ്. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എൻഡ് പോയിന്റ്. ഓക്കെ, നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു 2 ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ഗ്രാഫ് നമുക്ക് എളുപ്പമായിരിക്കും. വീക്ക് ആസിഡും വീക്ക് ബേസും. അപ്പൊ CH3COOH NH4OH. CH3COOH വീക്കാണ്, NH4OH വീക്കാണ്. അപ്പൊ ഇൻ ദിസ് ടൈട്രേഷൻ കണ്ടക്ടൻസ് ഇനിഷ്യലി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, ഒരു സ്ലോ ഇൻക്രീസ്. കാരണം എന്താ, ഫോർമേഷൻ ഓഫ് സോൾട്ട്. CH3CONH4 എന്ന് പറയുന്ന സോൾട്ട് ഫോം ചെയ്യും. അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, സ്ട്രോങ് ആയതുകൊണ്ട് അതിന്റെ കണ്ടക്ടിവിറ്റി കൂടും. ഇനി ദിസ് ഇൻക്രീസ് കണ്ടിന്യൂസ് ടിൽ ദ എൻഡ് പോയിന്റ് വരെ ഇത് ഇൻക്രീസ് ചെയ്യും, പക്ഷെ ഒരു സ്ലോ ഇൻക്രീസ് ആയിരിക്കും. ബിയോണ്ട് ദ എൻഡ് പോയിന്റ് ദ കണ്ടക്ടൻസ് ഡസ് നോട്ട് ചേഞ്ച് അപ്രീഷിയബിളി. എൻഡ് പോയിന്റ് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യില്ല, അത്രത്തോളൊന്നും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഇനി ഒരു 5ാമത്തെ ഒരു കേസ് ഉള്ളത് precipitation titration, AgNO3 against KCl. The titration of silver nitrate against potassium chloride involve precipitation formation. AgNO3 plus KCl gives, നമുക്കറിയാം KNO3 യും AgCl ഉണ്ടാവും, AgCl precipitate ചെയ്യും. ഈ Ag+ന്റെയും K+ന്റെയും മൊബിലിറ്റി ഏകദേശം സെയിം ആണ്. അപ്പോ ഈ കണ്ടക്ടൻസ് ഓൾമോസ്റ്റ് എന്തായിരിക്കും, ഇക്വാലൻസ് പോയിന്റ് വരെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, കണ്ടക്ടൻസ് സെയിം ആയിരിക്കും. പക്ഷെ ഇക്വാലൻസ് പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും KCl ആഡ് ചെയ്യുമ്പോൾ കണ്ടക്ടൻസ് കൂടും.
കണ്ടക്ടൻസ് ഷാർപ്പായിട്ട് കൂടും. കാരണം K+ന്റെ മൊബിലിറ്റി വളരെ കൂടുതലാണ്, അതുകൊണ്ട് അത് കൂടും. അപ്പൊ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷന്റെയും കൂടി നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ആദ്യം യൂണിഫോം ആയിരിക്കും, പിന്നെ എന്തായിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് യൂണിഫോം ആയിരിക്കും, പിന്നെ ഒരു ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. ഇത്രയും ഗ്രാഫ് അധികവും ഇതിന്ന് ഒരു ഗ്രാഫ് സെലക്ട് ചെയ്യാനാണ് വരിക. ഇപ്പൊ സ്ട്രോങ് ബേസ് വേഴ്സസ് സ്ട്രോങ് ആസിഡ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷന്റെ ഗ്രാഫ് താഴെ തന്നിരിക്കുന്ന ഇതിൽ ഏതാണ്, അത് സെലക്ട് ചെയ്യാനാണ് നമുക്ക് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത് CSIR നെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഗ്രാഫാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യണത്, മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതൊരു ധാരണ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതൊരു ധാരണ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ. ഇവിടെ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് പറയാം, ഈ ഗ്രാഫുകൾ മാത്രം ഒന്ന് പറയാം. അതിനൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അതിലാദ്യം കണ്ടക്ടൻസ് കുറയുക ചെയ്യുക, ആദ്യം കണ്ടക്ടൻസ് കുറയുകയാണ് ചെയ്യുക. സ്ട്രോങ് ബേസ് ആണെങ്കിൽ കണ്ടക്ടൻസ് കൂടും. സ്ട്രോങ് ബേസ് ആണുള്ളത് വെച്ചാൽ കണ്ടക്ടൻസ് കൂടും. വീക്ക് ആസിഡ് ആണെങ്കിൽ ഒരു സ്ലോ ഇൻക്രീസ് ആണ് കണ്ടക്ടൻസിൽ. ഇനി വീക്ക് ബേസ് ആണെങ്കിൽ യൂണിഫോം ആയിരിക്കും. ഇത്രയും മനസ്സിൽ വെച്ചാൽ മതി. ഇത്രയും മനസ്സിൽ വെച്ചാൽ നമുക്ക് ഗ്രാഫ് പെട്ടെന്ന് വരയ്ക്കാം. ഇനി നോക്കി നോക്ക്, സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ആണ്. നമ്മൾ പഠിച്ചു സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുക. സ്ട്രോങ് ബേസ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതാണ് എൻഡ് പോയിന്റ്. ഓക്കെ, ഇനി സ്ട്രോങ് ആസിഡ് വാസ് വീക്ക് ബേസ് ആണെങ്കിലോ, സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു ഡിക്രീസ് ചെയ്യും. വീക്ക് ബേസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് യൂണിഫോം ആണ്. അപ്പൊ ഇതാണ് ഗ്രാഫ്. ഇവിടെ നോക്കണേ, ഇത് വോളിയം ഓഫ് ആൽക്കലി, ഇത് കണ്ടക്ടൻസ്, അത് വെച്ചിട്ട് നോക്കണം. ചിലപ്പോൾ X ആക്സിസും Y ആക്സിസും മാറ്റിയിട്ട് അവർ തരാൻ സാധ്യതയുണ്ട്. ഇനി നോക്കേണ്ടത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. ഓക്കെ, വീക്ക് ആസിഡ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, വീക്ക് ആസിഡ് ആണെങ്കിൽ സ്ലോ ഇൻക്രീസ് പിന്നെ ഷാർപ്പ് ഇൻക്രീസ്. ഓക്കെ, ഇനി വീക്ക് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ, വീക്ക് ആസിഡ് ആണെങ്കിൽ എന്താണ്, സ്ലോ ഇൻക്രീസ്, വീക്ക് ബേസ് ആണെങ്കിൽ യൂണിഫോം. അപ്പൊ ഇത് അറിയിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷനും കൂടി ഒന്ന് പറയാം. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ ഈസ് റിക്വയർഡ് ഫോർ ടൈട്രേഷൻ. വളരെ കുറച്ച് ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ മതി, അതുപോലെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻസ് മതി ഇവിടെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട്. ആസ് ദ എൻഡ് പോയിന്റ് ഈസ് ഡിറ്റർമൈൻഡ് ഗ്രാഫിക്കലി, നോ സ്പെഷ്യൽ പ്രിക്വേഷൻസ് ആർ നെസസറി. ഗ്രാഫിക്കലി ഇത് കാണുന്നതുകൊണ്ട് എറർ കുറവായിരിക്കും. The indicator is not required, so kondaktometric titrations are used in titration of colored and turbid solutions. അപ്പോ കളേർഡ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കളേർഡ് ആൻഡ് ടർബിഡ് സൊല്യൂഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈട്രേമെട്രിക് മെത്തേഡ് ഏതാണ്? അതേതാണ്? കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ ആണ്. അപ്പൊ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ മതി ഈ ടൈട്രേഷന്. എൻഡ് പോയിന്റ് നമ്മൾ ഗ്രാഫിക്കലിയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കളേർഡ് സൊല്യൂഷൻസിന്റെയും ടർബിഡ് സൊല്യൂഷൻസിന്റെയും എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്കിത് യൂസ് ചെയ്യാം. Conductometric titrations are used for analysis of dilute solutions as well as for weak acids. അതുപോലെ നമുക്ക് ഡൈല്യൂട്ട് സൊല്യൂഷൻസിന്റെ ടൈട്രേഷനും യൂസ് ചെയ്യാം, വീക്ക് ആസിഡ്സിന്റെ ടൈട്രേഷനും യൂസ് ചെയ്യാം. Conductometric titrations can be applied to mixers of acids, precipitation, other type of titrations. അപ്പോൾ precipitation titrationന്റെ എൻഡ് പോയിന്റ് കാണാനും നമുക്ക് ഏത് യൂസ് ചെയ്യാം? കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ യൂസ് ചെയ്യാം. കണ്ടക്ടോമെട്രിക് മെഷർമെന്റ്സ് ഗിവ് മോർ അക്യുറേറ്റ് റിസൾട്ട്. പിന്നെ നല്ല മോർ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ടൈട്രേഷൻ ആണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ്. അപ്പൊ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്.
ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഇൻ ദ സൊല്യൂഷൻ ഡസ് നോട്ട് ഗിവ് അക്യുറേറ്റ് റിസൾട്ട്. ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ആണെങ്കിൽ റിസൾട്ട് അക്യുറേറ്റ് ആയിരിക്കില്ല. പിന്നെ അനലൈസ് ചെയ്യേണ്ട സ്പീഷ്യസിന് പുറമെ വേറെ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ് അതിലുണ്ട് വിചാരിക്കുക. അപ്പൊ അതും ഇതിൽ ഈ കണ്ടക്ടൻസ് മെഷർമെന്റിനെ ഇന്റർഫെയർ ചെയ്യും. അപ്പൊ നമുക്ക് അക്യുറേറ്റ് റിസൾട്ട് കിട്ടില്ല. പിന്നെ ലിമിറ്റഡ് യൂസ് ഫോർ റിഡോക്സ് ടൈട്രേഷൻ. റിഡോക്സ് ടൈട്രേഷന് നമുക്ക് അധികം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ്. പൊല്യൂഷൻ ഇൻ വാട്ടർ. വാട്ടറിലുള്ള പൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കോമ്പൗണ്ട്സ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, കോമ്പൗണ്ട്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് യൂസ് ചെയ്യാം. ആൽക്കലൈനിറ്റി ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. സലൈനിറ്റി ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. ഓക്കെ, ബേസിസിറ്റി ഓഫ് ഓർഗാനിക് ആസിഡ്സിന്റെ ബേസിസിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. ഡ്യൂട്ടീരിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻ വാട്ടർ. വാട്ടറിൽ എത്രത്തോളം ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. ഓക്കെ, സോലുബിലിറ്റി ഓഫ് സ്പൈറിംഗ്ലി സോലുബിൾ സോൾട്ട്. സോലുബിലിറ്റി ഓഫ് സ്പൈറിംഗ്ലി സോലുബിൾ സോൾട്ടിന്റെ സോലുബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടും നമുക്ക് ഈ ടൈട്രേഷൻ യൂസ് ചെയ്യാം. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എന്താണ്? പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫുകളാണ്. ആ 5 ഗ്രാഫുകൾ വളരെ നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയെന്നുള്ളൂ. ഇപ്പൊ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ താങ്ക് യു.